വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പീരീഡ് ആകുന്ന സമയത്ത് ഈ 6 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇനി ഒരിക്കലും നിങ്ങളുടെ ഇംപ്ലാന്റേഷൻ ഫെയിൽ ആവില്ല കേട്ടോ. ആ പവർഫുൾ ടിപ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. പീരിയഡ്സിന്റെ സമയം സാധാരണയായിട്ട് കഴിഞ്ഞ മാസത്തെ പ്രഗ്നൻസി നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ ആ ബ്ലീഡിങ് ആവുന്ന സമയം നിങ്ങൾ ഓവറായിട്ട് സ്ട്രെസ്ഡ് ആയിട്ടുള്ളതും ടെൻഷൻ ആയിട്ടുള്ളതുമായിട്ടുള്ളൊരു സമയമാണ്. സാധാരണയായിട്ട് പീരിയഡ്സിന്റെ 3rd ഡേ മുതലൊക്കെയാണ് നമ്മുടെ അണ്ടം വളരാനായിട്ട് തുടങ്ങുന്നത് കേട്ടോ. ഓൾമോസ്റ്റ് എത്ര എഗ് ആ ഒരു ഓവുലേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആകണം എന്നൊരു 3 months മുമ്പ് ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവും നമ്മുടെ ബോഡി. അതിനുശേഷം നമ്മുടെ ആ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത് പീരിയഡ്സിന്റെ 2nd ഡേ അല്ലെങ്കിൽ 3rd ഡേ മുതലാണ്. ഈ സമയത്ത് നമ്മൾ ശരീരത്തിന് നല്ലതുപോലെ കെയർ ചെയ്യാനായിട്ട് നോക്കുക. നമ്മുടെ എൻഡോമെട്രിയൽ ലൈനിങ് തിക്കണാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക. ഒപ്പം ഫെലോപ്പിയൻ ട്യൂബിന്റെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക. ഒപ്പം ഓവറീസിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ക്വാളിറ്റിയുള്ള എഗ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക. അതിനോടൊപ്പം തന്നെ സെർവിക്കൽ മ്യൂക്കസിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്തു തുടങ്ങുക. ഇതെല്ലാം ഓൾമോസ്റ്റ് കവർ ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ഈ 6 ടിപ്സും. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ? വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സ്ലീപ്പ് കൃത്യമാക്കാനായിട്ട് നോക്കുക. നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുക എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ക്വാളിറ്റിയോട് കൂടിയിട്ട് നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്ന ഒരു സമയമാണ്. ഡീപ്പ് സ്ലീപ്പിലോട്ട് പോകുന്ന സമയത്ത് ഏറ്റവും ഹോർമോൺസ് ആക്റ്റീവ് ആയിരിക്കുന്നതും ഹോർമോൺസിന്റെ പ്രൊഡക്ഷനൊക്കെ നടക്കുന്നതുമായിട്ടുള്ള ഒരു സമയമാണ്. ഈ സ്ലീപ്പ് നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ലെങ്കിൽ അത് നിങ്ങൾ എന്തെല്ലാം ട്രീറ്റ്മെന്റ്സുകൾ എടുത്താലും ഫെർട്ടിലിറ്റിയെ അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് കൂടുതലാണ് കേട്ടോ. നിങ്ങൾ ഒരു 11 മണിക്കൊക്കെ കിടന്നുറങ്ങിയിട്ട് 4 മണിക്കൊക്കെ എഴുന്നേൽക്കുന്ന ആളുകളാണെങ്കിൽ നമ്മൾ ആ എഴുന്നേൽക്കുന്നത് ഭയങ്കര ഏർലി മോർണിംഗ് ആണെങ്കിൽ കൂടി തന്നെയും നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള ഒരു സ്ലീപ്പ് അവർ നമുക്ക് അവിടെ കിട്ടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഫെർട്ടിലിറ്റിയെ അഫക്റ്റ് ചെയ്യും. ഏറ്റവും ആദ്യം നിങ്ങൾ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് അപ്പോൾ സ്ലീപ്പ് റെഗുലേറ്റ് ചെയ്യുക കേട്ടോ. 7 മുതൽ 8 മണിക്കൂർ വരെ രാത്രി സമയങ്ങളിൽ നിങ്ങൾ ഉറങ്ങുന്നുണ്ടെന്നുള്ള കാര്യം പ്രോപ്പറായിട്ട് ക്രമീകരിക്കുക കേട്ടോ, എസ്പെഷ്യലി പീരിയഡ്സിന്റെ സമയത്തെങ്കിലും. രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെള്ളം ധാരാളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനം കൃത്യമായിട്ട് നടക്കണമെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കണം. പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് 2 to 3 liters എങ്കിലും വെള്ളം നിങ്ങൾ ഒരു ദിവസം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഏകദേശം രാവിലെ മുതൽ സൂര്യാസ്തമയം വരെയുള്ള സമയത്ത് നിങ്ങൾ ഈ വെള്ളം കുടിച്ചു തീർക്കാനായിട്ടും ശ്രദ്ധിക്കണം. കാരണം അതിനുശേഷവും നിങ്ങൾ ഈ വെള്ളം തുടർന്ന് കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രാത്രി ഉറക്കം കിട്ടാത്ത സിറ്റുവേഷൻ ഉണ്ടാകും. ഫ്രീക്വന്റ് ആയിട്ട് നമുക്ക് യൂറിനേഷൻ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. യൂറിനേറ്റ് ചെയ്യാനായിട്ട് താല്പര്യമില്ലാതെ യൂറിൻ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് നമുക്ക് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതും ഫെർട്ടിലിറ്റിയെ അഫക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് രാവിലെ മുതൽ സൂര്യാസ്തമനം വരെയുള്ള സമയത്ത് നിങ്ങൾ വെള്ളം കുടിച്ച് തീർക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. വെള്ളം കുടിക്കുന്നതിനനുസരിച്ചിട്ട് രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഓക്സിജൻ കൂടുതൽ ശരീരത്തിലോട്ട് സർക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും സെർവിക്കൽ മ്യൂക്കസിന്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റിയോടുകൂടി നടക്കുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നു. സെർവിക്കൽ മ്യൂക്കസ് എന്ന് പറയുന്നത് ഓവുലേഷൻ നടക്കുന്ന സമയത്ത് നമ്മളിൽ ഉണ്ടാകുന്ന വെറും ഒരു ലൂബ്രിക്കേഷൻ മാത്രമല്ല, നേരെ മറിച്ച് സെമനെ ക്വാളിറ്റിയോടുകൂടി നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ഒരുക്കുന്നതും ഈ സെർവിക്കൽ മ്യൂക്കസ് ആണ്. ഇതിൽ ഡ്രൈനെസ് ഉണ്ടാവുകയോ ഇതിന്റെ pH ബാലൻസിൽ വ്യത്യാസം വരികയോ ഇത് സ്റ്റിക്ക് ആവുകയോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫെർട്ടിലിറ്റിയെ അത് അഫക്ട് ചെയ്യും. സ്പേമിന് ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസും ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് ധാരാളം വെള്ളം കുടിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. മെഷർമെന്റിന്റെ ആ ഒരു ഇതിൽ വരുന്ന ഒരു കുപ്പി നിങ്ങൾ എടുക്കുക. അതായത് 1 ലിറ്ററിന്റെ കുപ്പി നിങ്ങൾ എടുത്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ആ കുപ്പി തീരുന്നതിനനുസരിച്ചിട്ട് വെള്ളം നിറച്ച് വെച്ചിട്ട് 3 ലിറ്റർ വെള്ളമെങ്കിലും ഒരു ദിവസം കുടിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇത് അണ്ടം കൃത്യമായിട്ട് ഗ്രോ ആകുന്നതിനുള്ള സപ്പോർട്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് പീരിയഡ്സിന്റെ സമയത്ത് വാക്കിങ്ങും ബ്രീത്തിങ്ങും എക്സസൈസ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. പീരിയഡ്സിന്റെ സമയം നമ്മൾ ബോഡിക്ക് കെയർ കൊടുക്കേണ്ട സമയമാണ്. ഈ സമയത്ത് ഹെവി ആയിട്ടുള്ള വർക്കൗട്ട്സുകൾ ഒന്നും ചെയ്യുന്നത് നല്ലതല്ല. ശരീരത്തിന് റെസ്റ്റ് കൊടുക്കേണ്ട സമയമായതുകൊണ്ടാണ് നമ്മുടെ മൂത്ത ആൾക്കാരാണെങ്കിലും പീരിയഡ്സിന്റെ സമയത്ത് നമ്മളെ മാറ്റി നിർത്തുന്നത്. അതൊരു റെസ്റ്റിന് വേണ്ടിയിട്ടാണ്. അതേ പ്രാക്ടീസ് തന്നെ നിങ്ങൾ ഇവിടെയും തുടർന്നുകൊണ്ടിരിക്കുക. വാക്കിംഗ് ചെയ്യുമ്പോഴേക്കും മൈൽഡ് ആയിട്ടുള്ള രീതിക്ക് നമ്മുടെ ദേഹം അനങ്ങുന്നത് വഴി ബ്ലഡ് സർക്കുലേഷൻ എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ഒപ്പം നിങ്ങൾക്ക് ബ്രീത്തിങ് എക്സസൈസും ഫോളോ ചെയ്യാവുന്നതാണ്. നമ്മൾ നല്ലതുപോലെ ബ്രീത്ത് ഹോൾഡ് ചെയ്ത് വെക്കുക. ഇൻഹേൽ ചെയ്യുക ഡീപ്പായിട്ട്, എക്സ്ഹെയിൽ ചെയ്യുക സ്ലോ ആയിട്ട്. നല്ലതുപോലെ ശ്വാസം അകത്തേക്ക് എടുക്കുക, പയ്യെ എക്സ്ഹെയിൽ ചെയ്ത് ശ്വാസം പുറത്തേക്ക് വിടുക കേട്ടോ. ഇത് ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കും. പ്രാണായാമം ഉണ്ടാകും, ഭ്രമരി പ്രാണായാമം ഉണ്ട്. അങ്ങനെ എന്താണോ ബ്രീത്തിങ് എക്സസൈസ് നിങ്ങൾക്ക് അറിയാവുന്നത് അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഈ സമയത്ത് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ സ്ട്രെസ് നമ്മൾ റിഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പീരിയഡ്സിന്റെ 2nd ഡേയും 3rd ഡേയും ഒക്കെ നമ്മുടെ അണ്ടം വളരാനായിട്ട് തുടങ്ങുമ്പോഴേക്കും ഈ സമയത്ത് നമ്മളെ സ്ട്രെസ് ഹോർമോൺ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ആയി കഴിഞ്ഞാൽ അത് പല പ്രവർത്തനത്തിനെയും ഒന്ന് അഫക്ട് ചെയ്യുന്നതിന് കാരണമാവുന്നു.
ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിന്റെ പ്രവർത്തനത്തിന് അത് അഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോളിക്കിൾ കൃത്യമായിട്ട് ഗ്രോ ആയില്ല. ചിലപ്പോൾ നമ്മൾ മെഡിസിൻ എടുക്കുന്നുണ്ടാകും, അണ്ടം വളരാൻ വേണ്ടിയിട്ട് ലെട്രസോളോ ക്ലോമോഫിൻ സിട്രേറ്റോ ഒക്കെ നമ്മൾ മെഡിസിൻസ് ഒക്കെ എടുക്കുന്നുണ്ടാകും. പക്ഷെ മെഡിസിൻ എടുത്തു കഴിഞ്ഞാലും അതിന്റെ ക്വാളിറ്റിയും കൂടി അഫക്ട് ചെയ്യുന്ന ഒന്നാണ് നമ്മളിൽ ഉണ്ടാകുന്ന സ്ട്രെസ്. കഴിവതും കഴിഞ്ഞ മാസം നഷ്ടമായി പോയതിനെ പറ്റി ആലോചിച്ച് വിഷമിക്കാതെ ഈ സമയം ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ സ്ട്രെസ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അഞ്ചാമതായിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ കഴിയുന്ന കാര്യം നിങ്ങളുടെ യൂട്രസ് ക്ലീൻ ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. പീരിയഡ്സിന്റെ ആ ഒരു 5 days അല്ലെങ്കിൽ ഒരു 7 days നമ്മൾ ജിഞ്ചർ വാട്ടർ കുടിക്കുന്നത് ലെഫ്റ്റ് ഓവർ ആയിട്ട് ഒന്നും തന്നെ വെക്കാതെ കംപ്ലീറ്റ് ആയിട്ട് ബ്ലഡ് ക്ലിയർ ചെയ്യുന്നതിനും നമ്മുടെ ഇൻഫ്ലമേഷൻ ബോഡിയിൽ ഉണ്ടാകുന്നത് തടയുന്നതിനും പീരിയഡ്സിന്റെ സമയത്ത് ഉണ്ടാകുന്ന എക്സസ് ആയിട്ടുള്ള പെയിൻ റിഡ്യൂസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. ജിഞ്ചറിൽ അടങ്ങിയിട്ടുള്ള ജിഞ്ചറോൾ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ആണ് ഇതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ചെറിയൊരു സൈസ് ജിഞ്ചർ എടുത്ത് അത് നല്ലതുപോലെ ക്രഷ് ചെയ്തിട്ട് ചതച്ചിട്ട് നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിക്കുക. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഈ വെള്ളം തിളപ്പിച്ച് കുടിച്ചു കഴിയുന്നത് നിങ്ങളുടെ പീരിയഡ്സിന്റെ സമയത്ത് ഉപയോഗിക്കുന്നത് യൂട്രസ് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഇഞ്ചി ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എപ്പോഴാണോ നിങ്ങൾക്ക് ബ്ലീഡിംഗ് കൂടുതൽ ഉണ്ടാകുന്നത്, ഫസ്റ്റ് ഡേ പലർക്കും ബ്ലീഡിംഗ് കുറവായിരിക്കും, സെക്കൻഡ് ഡേ ആയിരിക്കും ബ്ലീഡിംഗ് ഉണ്ടായി തുടങ്ങുന്നത്, ആ സമയം മുതൽ നിങ്ങൾ ഈ ടിപ്പ് ഫോളോ ചെയ്താൽ മതി. ഒപ്പം വെറും വയറ്റിൽ ഉപയോഗിക്കരുത് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ സ്പെഷ്യലായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തത് നിങ്ങൾ ഏറ്റവും ലാസ്റ്റത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഹെൽത്തി ആയിട്ടുള്ള ഫുഡിൽ ഞാൻ താഴെ കുറച്ച് ലിസ്റ്റ് പറയുന്നുണ്ട്. ഇതെല്ലാം തന്നെ അണ്ടം വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. അതുകൊണ്ട് പീരിയഡ്സിന്റെ 7 days നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഈ ഫുഡ് ഐറ്റംസ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാം എടുക്കാൻ പറ്റിയില്ലെങ്കിൽ 1 or 2 എങ്കിലും നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതിലേറ്റവും ആദ്യത്തേത് സീഡ്സ് ആണ്. നമ്മളിപ്പോൾ സീഡ് സൈക്ലിംഗ് ചെയ്യുന്നവരുണ്ട്. എള്ള് കഴിക്കുന്നത് നല്ലതാണ് സീഡ് സൈക്ലിംഗ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡ്, പംകിൻ സീഡ്, ഇതൊന്നും നമ്മൾ സീഡ് സൈക്ലിംഗ് ഒന്നും ചെയ്യാത്ത ആളുകളാണെങ്കിൽ വെറും എള്ള് നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എള്ള് നിങ്ങളുടെ ക്വാളിറ്റിയോട് കൂടി അണ്ടം വളരുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. അതുപോലെ ഈസ്ട്രജന്റെയും പ്രൊജസ്ട്രോണിന്റെയും ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. 1 ടീസ്പൂൺ എള്ള് നിങ്ങൾ എടുക്കുകയോ എള്ള് തിളപ്പിച്ചിട്ട് നിങ്ങൾ വെള്ളം കുടിക്കുകയോ ഇതിന് നല്ലതായിരിക്കും കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് എൻറ്റയർ മന്ത് നിങ്ങൾക്ക് എള്ളെടുക്കാവുന്നതാണ്. പീരിയഡ്സിന്റെ സമയത്ത് മാത്രം എടുത്തിട്ട് നിങ്ങൾ നിർത്തേണ്ട ആവശ്യമില്ല കേട്ടോ. ഒപ്പം നട്ട്സ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വാൾനട്ട്, ബ്രേസിൽ നട്ട്, ആൽമണ്ട്, ഇതെല്ലാം എല്ലാ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ നമ്മുടെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. അതുകൊണ്ട് ഈവനിങ് സമയത്ത് സ്നാക്സ് ആയിട്ട് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇതിലെല്ലാം ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും എല്ലാം തന്നെ ഹെൽത്തി ഫാറ്റ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, ആന്റി ഓക്സിഡൻസ് ഉണ്ട്, വിറ്റമിൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിലൊക്കെ അടങ്ങിയിട്ടുള്ള സെലീനിയം നിങ്ങളുടെ എഗ്ഗിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് ഉണ്ടാകുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് സഹായിക്കുന്നവയാണ്. അബ്നോർമാലിറ്റീസ് എഗ്ഗിന് ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് സെൽ ഡിവിഷൻ നടന്നു കഴിഞ്ഞാലും കുഞ്ഞിന് ബർത്ത് ഡിഫക്ട്സ് ഉണ്ടാവാനായിട്ടും അല്ലെങ്കിൽ വയറ്റിൽ വെച്ച് നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ തന്നെ കുഞ്ഞിന് മറ്റുള്ള അബ്നോർമാലിറ്റീസ് ഉണ്ടെന്ന് ഡിറ്റക്ട് ചെയ്യുന്നതിനും കാരണമാകുന്നു. അതുകൊണ്ട് അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ചെയ്യുക കേട്ടോ. ഫ്രൂട്ട്സ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് വാഴപ്പഴം കഴിക്കുന്നത് നല്ലതാണ്, പേരയ്ക്ക കഴിക്കുന്നത് നല്ലതാണ്. ഇതൊക്കെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് റെഡ് ബനാന അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഉപയോഗിക്കുക. നമ്മുടെ ചെങ്കതളിപ്പഴം അത് നിങ്ങൾ ഉപയോഗിക്കുക. അത് പറ്റുന്നില്ലെങ്കിൽ പേരയ്ക്ക നിങ്ങൾ ഉപയോഗിക്കുക. ഇതും അണ്ടം വളരാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന നല്ലൊരു ഫ്രൂട്ടാണ് കേട്ടോ. ഒപ്പം നിങ്ങൾക്ക് ആപ്പിൾ കഴിക്കാം, ഓറഞ്ച് കഴിക്കാം. ഇതിലെല്ലാത്തിലും തന്നെ ഒരുപാട് ആന്റി ഓക്സിഡൻസ് ഉണ്ട്, അതുപോലെ ഫോളേറ്റ് ഉണ്ട്. ഇതൊക്കെ എഗ് ഗ്രോത്ത് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ. ഒപ്പം നിങ്ങൾക്ക് പീരിയഡ്സിന്റെ ആ ഒരു ബ്ലീഡിങ് നിൽക്കുന്ന ദിവസം മുതൽ തന്നെ ഗ്രാമ്പു വെള്ളമോ കറുവപ്പട്ട വെള്ളമോ ഒക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. ഇത് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നതിന് വേണ്ടിയിട്ടും ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസിന്റെയും ലൂട്ടനൈസിംഗ് ഹോർമോണിന്റെയും പ്രവർത്തനം കൃത്യമായിട്ട് നടക്കുന്നതിനും ആ എഗ്ഗ് നന്നായിട്ട് റപ്ചർ ആകുന്നതിനും വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ. ഒപ്പം ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചീര കഴിക്കുക, മുരിങ്ങയില കഴിക്കുക, ബ്രൊക്കോളി കഴിക്കുക, ക്യാബേജ്, ബീൻസ്, ഇതെല്ലാം ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. വിറ്റമിൻ എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഇ ഉണ്ട്, അയൺ, കാൽഷ്യം, ഇതെല്ലാം എഗ്ഗ് വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ. അത് നിങ്ങൾ ഉപയോഗിക്കുക. ഒപ്പം പാൽ, 1 ഗ്ലാസ് പാല് നിങ്ങൾ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മുട്ട കഴിക്കുക, കരള് കഴിക്കുക, ഫിഷ്, മീറ്റ്, ഇതെല്ലാം നിങ്ങൾ എടുക്കുക. ഈ ഫിഷും മീറ്റും ഒക്കെ നിങ്ങൾ എടുക്കുന്ന സമയത്ത് കുറച്ച് ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ എടുക്കുക. മെർക്കുറി കണ്ടന്റ് കൂടുതൽ അടങ്ങിയിട്ടുള്ള ഫിഷ് ഐറ്റംസ് ഒക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. ചെറു മത്സ്യങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ചാളയൊക്കെ എടുക്കുന്നതൊക്കെ നിങ്ങളുടെ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. അതുപോലെ തന്നെ ലിവർ ആണെങ്കിലും കഴിക്കുന്നത്, നമ്മുടെ കരള്, അത് കുറച്ചൊക്കെ എടുത്ത് കഴിക്കുന്നത്, ആഴ്ചയിൽ 1 ദിവസമൊക്കെ കഴിക്കുന്നത് ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനും ക്വാളിറ്റിയുള്ള അണ്ടം വളരുന്നതിനും വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഓവുലേഷൻ നടക്കാൻ വേണ്ടിയിട്ടും
ആ റപ്ചർ ആകാനായിട്ട് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ എടുക്കുന്നുണ്ടെങ്കിലും അതിനോടൊപ്പം നിങ്ങൾ ഇതും കൂടി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. 100% ഡോക്ടർക്ക് മാത്രം നിങ്ങൾ ജോലി കൊടുക്കാതെ നിങ്ങളും ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ അണ്ടം വളരും. ആ മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ അണ്ടം വളരും. അത് ക്വാളിറ്റിയോടുകൂടി വളരാൻ വേണ്ടിയിട്ട് ഈ ടിപ്സ് ഫോളോ ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കും കേട്ടോ. ഇതെല്ലാം ഫോളോ ചെയ്തിട്ട് ഒരുപാട് ആളുകൾ നമ്മുടെ ചാനലിൽ ഫോളോ ചെയ്തിട്ടുണ്ട്, അത് പ്രഗ്നന്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെയുള്ള സക്സസ് സ്റ്റോറി നിങ്ങൾക്കും പറയാൻ സാധിക്കട്ടെ കേട്ടോ. അപ്പൊ ഇതെല്ലാം പീരിയഡ്സിന്റെ സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഓവുലേഷൻ നടക്കുമ്പോഴും ഇംപ്ലാന്റേഷൻ നടക്കുമ്പോഴും ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.